പാലക്കാട് പല്ലശ്ശനയിൽ 9 വയസ്സുകാരിയുടെ പ്ലാസ്റ്ററിട്ട കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പിഴവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. മുസ്തഫ, സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. ചികിത്സാ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. നടപടിക്കെതിരെ KGMOയെ പ്രതിഷേധിച്ചു. നഷ്ടപരിഹാരം നൽകണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ കുട്ടിയുടെ കൈക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് പ്ലാസ്റ്റർ ഇട്ടത്. രക്തയോട്ടം നിലച്ച് നീര് വെച്ച് പഴുത്ത സ്ഥിതിയിലായ കൈ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മുറിച്ചു മാറ്റി. പ്രഥമ ദൃഷ്ട്യാ തന്നെ ചികിത്സാ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ചികിത്സിച്ച 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. ഓർത്തോ വിഭാഗത്തിലെ PG വിദ്യാർത്ഥിയായ ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റായ ഡോക്ടർ സർഫറാസ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. നടപടിയിൽ KGMO പ്രതിഷേധം അറിയിച്ചു. ഗവൺമെന്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ് എന്ത് പ്രോട്ടോകോൾ വീഴ്ചയാണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ്, തീർച്ചയായും അതിൽ ഞങ്ങളെ ബലിയാട് ആക്കുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം അറിയിച്ചു. സസ്പെൻഷനിൽ സന്തോഷമുണ്ടെന്നും നഷ്ടപരിഹാരം വേണമെന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. സസ്പെൻഡ് ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അവരെ എന്താണ് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടണം. കാരണം എൻ്റെ മോൾക്ക് സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പ് അവർക്ക് തരാൻ പറ്റുമോ? ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുട്ടിയുടെ കൈയിലേക്കുള്ള രക്തയോട്ടം നിലച്ചതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.